നമസ്കാരം. ഇന്ന് ജൂൺ 21. ലോകം മുഴുവൻ ഒരുമിച്ച് യോഗയുടെ മഹത്വം ആചരിക്കുന്ന ലോക യോഗാ ദിനം. ഈ ആധുനിക കാലഘട്ടത്തിൽ ശാന്തിയും ഏകാഗ്രതയും നിലനിർത്താൻ യോഗ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ആരോഗ്യം മാത്രമല്ല, സന്തുലിതമായ മനസ്സും പ്രദാനം ചെയ്യുക എന്നതാണ് യോഗയിലൂടെ ഉദ്ദേശിക്കുന്നത്. പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരു സ്നേഹ സഹചാരി പോലെ യോഗയെ സ്വീകരിക്കാം. തളരുന്ന മനസ്സിന് ശക്തിയും ഉറിയുന്ന ഹൃദയത്തിന് ആശ്വാസവുമാണ് ഈ പ്രകൃതിദത്ത ചികിത്സ. മനസ്സിനെ കേൾക്കുവാൻ കുറച്ചു മൗനം, ആത്മാവിനെ തട്ടി ശാന്തമാക്കുവാൻ കുറച്ചു പ്രാണായാമം. ഇതാണ് ഭ്രമരി പ്രാണായാമം. മൗനം കൊണ്ട് ശബ്ദമാകുന്നൊരു ആത്മീക യാത്ര. മാനസിക സമ്മർദ്ദം, തലവേദന, മൈഗ്രെയിൻ, ഹൈ ബ്ലഡ് പ്രഷർ എന്നിവയ്ക്ക് ഫലപ്രദമായ ശ്വാസായാമ വിദ്യ. ഒരു വൃക്ഷം പോലെ നിലകൊള്ളുക. ശക്തിയും ഭംഗിയും ഒരുമിച്ച് നിറഞ്ഞ ആസനം വൃക്ഷാസനം. മാനസിക സ്വസ്ഥതയും ശരീരഭദ്രതയും തേടുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. നമസ്കാരം, ഞാൻ ഡോക്ടർ ധന്യ. യോഗ ഫോർ വൺ എർത്ത് ആൻഡ് വൺ ഹെൽത്ത്. ഇതാണ് യോഗ ഡേയുടെ തീം. ഞാൻ വടക്കാഞ്ചേരി ഏരിയ വൈസ് പ്രസിഡന്റ്, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് യോഗയുടെ ഒരു ആസനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന്റെ പേരാണ് പവനമുക്താസനം. പവനമുക്താസനം ദിവസവും ചെയ്യുമ്പോൾ നമ്മുടെ കോർ മസിൽസ് ആണ് ഇതിൽ നല്ലോണം ആക്ടിവേറ്റ് ആവുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ്, നമുക്ക് വയറ്റിലുള്ള ഗ്യാസ് നല്ലോണം റിലീസ് ആയി പോകും. ഗ്യാസിന്റെ ശല്യമേ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അത് ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ബാക്ക് മസിൽസ് കൂടി സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പവനമുക്താസനം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം. സ്പൈൻ സ്ട്രെയിറ്റ് ആയതിനു ശേഷം വലത്തെ കാൽ മടക്കി നമ്മുടെ തലയിൽ അല്ലെങ്കിൽ മൂക്കിലേക്ക് മുട്ടിക്കാൻ ശ്രമിക്കണം. രണ്ട് കൈയും ചേർത്ത് പിടിച്ച് ഇടതേ കാലും കൂടിയും നോക്കി ശ്രമിക്കണം. 10 സെക്കൻഡാണ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇതാണ് നമ്മൾ ഓൾട്ടർനേറ്റ് പവനമുക്താസനം എന്ന് പറയുന്നത്. ഇനി രണ്ട് കാലും കൂടി മടക്കി കാൽമുട്ട് മടക്കി മൂക്കിൽ മുട്ടിക്കാൻ ശ്രമിക്കണം. ഇതാണ് പവനമുക്താസനം. ഇങ്ങനെ ഒരു 10 തവണ ചെയ്താൽ നമ്മുടെ ഗ്യാസിന് നല്ല റിലീഫ് ഉണ്ടായിരിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രിയ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇത്തവണ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കാൻ പോകുന്നത്. ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ ഹെൽത്തും അതുപോലെ തന്നെ ഭൂമിയുടെ പ്ലാനറ്റിന്റെ ഹെൽത്തും ഇന്റർ കണക്റ്റഡ് ആണ്, അതായത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശയമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ മനുഷ്യന് എത്രത്തോളം ഹെൽത്ത്, മാനസികമായും ശാരീരികമായും ആരോഗ്യമുണ്ടോ അത്രത്തോളം നമ്മുടെ ഭൂമിയും നല്ല ഹെൽത്തി ആയിട്ട് നിലനിൽക്കുമെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ നൗകാസനം എന്നുള്ള ഒരു ആസനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നൗകാസനം മലർന്നു കിടന്ന് കാലുകൾ ചേർത്ത് വയ്ക്കുക, കൈകൾ തുടയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരിക, ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ഇടുപ്പിന് മുകൾ ഭാഗവും കാലുകളും ഉയർത്തിക്കൊണ്ടുവരിക. കാലും കൈയും മാക്സിമം സ്ട്രെച്ചിലായിരിക്കണം. നമ്മുടെ കൈയുടെ വിരലുകളും കാലിന്റെ വിരലുകളും നമ്മുടെ നോട്ടും ഒരേ ലെവലിലായിരിക്കണം. ഇതുപോലെ ഒരു 5-6 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം പതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് വന്ന് കിടക്കുക. ഇത് നമുക്ക് നിത്യേന ഒരു 5-6 തവണയൊക്കെ ചെയ്യാവുന്നതാണ്. നൗക എന്ന് പറയുന്നത് തോണി അല്ലെങ്കിൽ ബോട്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നമ്മുടെ ആസനത്തിലൂടെ നമ്മുടെ ബോഡി, ശരീരം ബോട്ടിന്റെ ഷേപ്പിൽ കൊണ്ടുവരുന്നതാണ്. ഇതിന് എത്രത്തോളം ശരീരത്തിന് ഗുണം നൽകുന്നു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു നൗകാസനം ചെയ്യുന്നത് വഴി നമ്മുടെ വയറിലുള്ള മസിൽസ് നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വയറിലുള്ള അമിതമായ കൊഴുപ്പ് കുറയാനും
നൗകാസനം നിത്യേന ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും. മാത്രമല്ല നമ്മുടെ നട്ടെല്ലിന്റെ ഭാഗത്ത്, സ്പൈനിന്റെ ഭാഗം നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഈ ആസനം ചെയ്യുന്നത് വഴി സഹായകമാകുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഡൈജഷൻ, നമ്മുടെ ദഹന വ്യവസ്ഥിതി വർദ്ധിക്കുകയും അതുപോലെ തന്നെ നല്ല വിശപ്പും മലബന്ധം ഒഴിയാനും മോഷണമൊക്കെ കറക്റ്റായിട്ട് പോകാനും ഒക്കെ ഈ ഒരു ആസനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സഹായകമാകുന്നുണ്ട്. നമ്മുടെ ഓവറോൾ, അതായത് നമ്മുടെ വയറും സ്പൈനും ഒക്കെ നല്ല ബലം കിട്ടാൻ, നമ്മുടെ കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ കാലിനും കൈക്കും ഒക്കെ ബലം കിട്ടാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടൊക്കെ സഹായകമാകുന്ന ഒരു ആസനമാണ് നൗകാസനം. വക്രാസനം അമിതവണ്ണം, കുടവയർ, വയറിന് ചുറ്റുമുള്ള ഫാറ്റ് പൊസിഷൻ, നട്ടെല്ലിന് ബലം എന്നിവയ്ക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. എന്നാൽ ലംബാർ സ്പോണ്ടിലോസിസ്, ഹെർണിയ, നട്ടെല്ലിനുള്ള ക്ഷതങ്ങളേറ്റവർക്ക് എല്ലാം ഇത് നിഷിദ്ധമാണ്. നാഡീശുദ്ധി പ്രാണായാമം നമ്മളുടെ ഇട പിങ്കള നാഡികൾ, അത് നട്ടെല്ലിൻ്റെ സുഷുമ്നയുടെ 2 സൈഡിലുമുള്ള നാഡികളാണ് ഇട പിങ്കള നാഡികൾ. അപ്പോൾ ഇതിൽ ഇട നാഡി നമ്മുടെ വലത്തെ നോസ്ട്രലിലും ഓപ്പൺ ചെയ്യുന്നു, പിങ്കള നാഡി ഇടത്തെ നോസ്ട്രലിലും ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ആസനത്തിൽ, ഒരു പത്മാസനത്തിലോ വജ്രാസനത്തിലോ ഇരിക്കുക. നമുക്ക് ഇടത്തെ കൈ ചിന്മുദ്രയിലും വലത്തെ കൈ നാസികാമുദ്രയിലും പിടിക്കുക. അതിനുശേഷം ഇടത്തെ കൈ നമ്മുടെ ഇടത്തെ തുടയിൽ വയ്ക്കുക. വലത്തെ കൈ കൊണ്ട് വലത്തെ നോസ്ട്രൽ ക്ലോസ് ചെയ്ത് ഇടത്തെ നോസ്ട്രൽ കൂടി ശ്വാസം സാവധാനം പുറത്തേക്കുക. ശ്വാസം എടുക്കുക. 8 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുക. ഏകദേശം ക്ലോസ് ചെയ്യുക. വലത്തെ നോസ്ട്രൽ കൂടി 16 സെക്കൻഡ്. അഗെയിൻ വലത്തെ നോസ്ട്രൽ കൂടി ശ്വാസം എടുക്കുക. 8 സെക്കൻഡ് കൊണ്ട് അടുത്ത നോസ്ട്രൽ കൂടി. ഒട്ടും സ്ട്രെയിൻ എടുക്കാതെ വേണം ചെയ്യാനായിട്ട്. 3, 5, 7 തവണകളായിട്ട് നമുക്ക് പ്രാണായാമം ചെയ്യാവുന്നതാണ്. സംഗജത്വം സംവദത്വം സംവോ മനസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സംജ്ഞാനാമുപാസത്തെ സംജ്ഞാനാമുപാസത്തെ. ശശാങ്കാസനം. സ്ഥിതി: നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. 2 കണ്ണുകളും അടച്ചു വെച്ചതിന് ശേഷം വലത് കാൽമുട്ട് മടക്കി വലത് ബട്ടക്സിനടിയിലായി വെക്കുക. ഇടതു കാൽമുട്ട് മടക്കി ഇടതു ബട്ടക്സിനടിയിലായി വെക്കുക. വജ്രാസനത്തിൽ ഇരുന്നതിന് ശേഷം 2 കൈകളും മുകളിലേക്ക് ഉയർത്തി ഇൻഹേൽ, ഒരു സ്ട്രെച്ചോടുകൂടി 2 കൈകളും മുൻപിലേക്ക് കൊണ്ടുവരിക. എക്സ്ഹേൽ, 2 കൈകളും തറയിൽ പതിഞ്ഞു തന്നെ ഇരിക്കട്ടെ. നെറ്റി തറയിൽ മുട്ടിച്ചു വെക്കാനായി ശ്രമിക്കുക.
ഇരുകൈകളും മുകളിലേക്ക് കൊണ്ടുവരിക. എക്സേൽ. കൈകൾ രണ്ടും താഴേക്ക്. വലത് കാൽ റിലീസ് ചെയ്യുക. ഇടതുകാൽ റിലീസ് ചെയ്യുക. കൈകൾ രണ്ടും അകത്തി വെച്ച് കാലുകൾ രണ്ടും അകത്തി വെച്ച് കണ്ണുകൾ അടച്ച് കഴുത്ത് തൂക്കിയിട്ട് റിലാക്സ് ചെയ്യുക. റിലാക്സ്. താടാസനം. കാൽപാദങ്ങൾ 2 ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. കൈവിരലുകൾ തമ്മിൽ കോർത്തു പിടിച്ച് കൈവെള്ള പുറത്തോട്ട് കാണുന്ന രീതിയിൽ നിർത്തി ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കൈകൾ തോളിനു മുകളിലായി ഉയർത്തുക. കാലിൻ്റെ ഉപ്പുറ്റികൾ പൊക്കി ബാലൻസ് കാൽ വിരലുകളിൽ വരുന്ന രീതിയിൽ 10 മുതൽ 15 സെക്കൻഡ് വരെ നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഉപ്പുറ്റികൾ താഴ്ത്തുക. കൈകൾ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക.